ഹായ് ഫ്രണ്ട്സ്, ആരമ ഫ്ലവേഴ്സിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഫെലനോപ്സിസിനെ പറ്റിയല്ല, എന്നാലും ഇവിടെ വിരിഞ്ഞ് നിൽക്കുന്ന ഒരു ഫ്ലവറിൻ്റെ ഭംഗി നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇടുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ ഫെലനോപ്സിസുകളിൽ വളരെ കുറച്ച് പ്ലാന്റ്സ്, ബഡായിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് വളരെ കുറച്ച് പ്ലാന്റ്സ് ഉണ്ട്, കുറച്ച് വെറൈറ്റീസ്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ മെസ്സേജ് ഇടുവാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു കേട്ടോ. സ്പൈക്കായിട്ട് നിൽക്കുന്ന വളരെ കുറച്ച് പ്ലാന്റ്സേ ഉള്ളൂ. അപ്പോൾ അതിപ്പോൾ ഒന്നിച്ച് കുറച്ച് പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വിത്ത് ബഡായിട്ട് ഫെലനോപ്സിസ് വാങ്ങിക്കണം, വളർത്തിയെടുക്കാൻ താല്പര്യമില്ല, ബുദ്ധിമുട്ടാണ് എന്നുള്ളവർക്കാണെങ്കിൽ അങ്ങനത്തെ വളരെ കുറച്ച് കളേഴ്സ് ഇപ്പം നമുക്ക് അവൈലബിൾ ആയതുകൊണ്ട് അത് അയച്ചു തരാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടാൽ അതിൻ്റെ ഡീറ്റെയിൽസും റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. ഓക്കെ, അടുത്ത വീഡിയോ നമ്മുടെ അഡീനിയൻ പ്ലാന്റ്സിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് കളേഴ്സ്, നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല കളേഴ്സ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പം വന്ന പ്ലാന്റ്സാണ് ഈ പ്ലാന്റ്സൊക്കെ. പക്ഷെ നമുക്ക് ഇപ്പം കുറച്ച് പ്ലാന്റ്സിലൊക്കെ നമുക്ക് ലീഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് തൊടുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അതിങ്ങനെ പൊഴിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് കിട്ടുമ്പോഴത്തേക്ക് ഇതിനകത്ത് ലീഫൊന്നും അധികം കാണില്ല കേട്ടോ. കാരണം ഞാൻ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞതിന് ശേഷം തിങ്കളാഴ്ച ആയിരിക്കും കൊറിയർ അയച്ചു തുടങ്ങുക. അപ്പോഴത്തേക്ക് ഈ ലീഫ് എല്ലാം പൊഴിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ വന്നപ്പോഴത്തേക്കും എന്നാലും കുറേ ലീഫ് നമ്മൾ ലീഫോട് കൂടി അയക്കുന്ന അത്ര സേഫും അല്ല. പെട്ടെന്ന് കൊറിയറിൽ ഇരുന്ന് ചിലപ്പോൾ ഡാമേജ് വരാനും ചാൻസ് ഉണ്ട്. എന്നാലും അതില്ല ആവില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ ലീഫോട് കൂടി അയക്കത്തുള്ളൂ, അല്ലെങ്കിൽ ലീഫെല്ലാം കളഞ്ഞിട്ടേ അയക്കാറുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്ലാന്റ്സിൻ്റെ കളേഴ്സും അതിൻ്റെ റേറ്റും എല്ലാം നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഇന്നത്തെ വീഡിയോ. അഡിനിയം പ്ലാന്റ്സ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് ഒരു 10 വെറൈറ്റി അടുപ്പിച്ച് സിംഗിൾ പെറ്റൽ പ്ലാന്റ്സ് വന്നിട്ടുണ്ട്. നമ്മുടെ സാധാ നോർമൽ കളേഴ്സ് അല്ല, കുറച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള കളേഴ്സിൽ കുറച്ച് പ്ലാന്റ്സ് സിംഗിൾ പെറ്റലും ബാക്കി എല്ലാ പ്ലാന്റ്സും ഡബിൾ പെറ്റലുമാണ് വന്നിട്ടുള്ളത്. അഡീനിയം പ്ലാന്റ്സിൽ പലതും പല സൈസാണ്. മുന്നേ ഞാൻ വീഡിയോയിൽ പറയുന്ന പോലെ തന്നെയാണ് പല പ്ലാന്റ്സ് പല സൈസിലാണ് വരുന്നത്. കാരണം ഇതെല്ലാം നല്ല ഭംഗിയുള്ള പുതിയ വെറൈറ്റീസാണ്. അപ്പോൾ അത് ഭയങ്കര കോഡക്സും കാര്യങ്ങളൊന്നും അങ്ങനെ വലുതാക്കി എടുക്കാൻ ആയിട്ടില്ല. അപ്പോൾ അതിനുള്ളിൽ നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് വരുമ്പോഴത്തേക്കും അവർ സെയിലിന് ഇടുമ്പോഴത്തേക്കും നമ്മൾ മേടിക്കുന്ന പ്ലാന്റ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലാന്റ്സൊക്കെ സൈസ് കണ്ടോ. പക്ഷേ ഇതൊക്കെ നമ്മൾ ചെറിയ പ്ലാന്റ്സിനെ ചെറിയ പോട്ടിൽ തന്നെ സെറ്റ് ചെയ്യാൻ നോക്കുക. ഈ പ്ലാന്റിനെ കൊണ്ടുവന്ന് വലിയ ചട്ടിയിൽ കൊണ്ടുവന്ന് വയ്ക്കരുത്. വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലാന്റിൻ്റെ ഗ്രോത്ത് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുന്നതിന്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പ്ലാന്റിനെ വളരെ ചെറിയ പോട്ടിൽ, ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം ഏത് സൈസ് പോട്ടാണ് ഏറ്റവും നല്ലതെന്നുള്ളത്. കണ്ടോ, ഇവിടെ ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പ്ലാന്റ്സ് ആണ് ഇതൊക്കെ. ഇതിനൊക്കെ വളർത്തിയെടുക്കാൻ വേണ്ടി കോഡക്സ് വലുതാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പ്ലാന്റ്സ് ആണ്. ഇപ്പം മഴ കാരണം വീണ്ടും അകത്ത് എടുത്ത് വെച്ചേക്കുന്നത്. ഇതൊക്കെ പുറത്ത് നല്ല വെയിലത്തിരുന്നാലും നല്ല ഉഷാറായിട്ട് വളരത്തുള്ളൂ, ശാഖകളും ഇലകളൊക്കെ വരത്തുള്ളൂ. പക്ഷെ മഴ നമുക്കങ്ങനെ നിർത്താണ്ട് പെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇതിന് ഷെഡിന് പുറത്തേക്ക് ഇറക്കിയിട്ടില്ല. അപ്പോൾ ഇതിന് അങ്ങനെ തന്നെ വച്ചേക്കുക. അപ്പം ഇങ്ങനെ ഇപ്പം ഈ പ്ലാന്റിൻ്റെയൊക്കെ സൈസ് നോക്കണേ, പോട്ടിൻ്റെ സൈസ് ഉണ്ടോ, പ്ലാന്റും പോട്ട് ആകെ ഒരു 5 ഇഞ്ച് പോട്ടിലാണ് ഈ ഇത്രയും വലിയ പ്ലാന്റിന് വച്ചേക്കുന്നത്. കാരണം ഇത് ചെറിയ പ്ലാന്റ് ആയിരുന്നു, കുറേയൊക്കെ ഇവിടെ വന്ന് വലുതായ പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഈ ഒരു ചെറിയ പോട്ടിൽ സെറ്റ് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ കോഡക്സ് നന്നായിട്ട് വലുതായി നല്ല സൈസിൽ വരത്തുള്ളൂ. ഒരുവിധം ഈ പ്ലാന്റ് ഈ പോട്ടിൽ സൈസ് കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾ ഈ പ്ലാന്റിനെ അടുത്ത വലിയ പോട്ടിലേക്ക് മാറ്റാവും. എന്നാൽ ഇതിൻ്റെ ഗ്രോത്ത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കോഡക്സ് ഒക്കെ നല്ല ഭംഗിയായിട്ട് വളരണമെന്നുണ്ടെങ്കിൽ ചെറിയ പ്ലാന്റിനെ ചെറിയ പോട്ടിലും പിന്നെ പ്ലാന്റ് വളരുന്നതനുസരിച്ച് വലിയ വലിയ പോട്ടുകളിലായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണേ. കാരണം ഇത് പറയാൻ കാരണം ഒത്തിരി പേര് നമുക്ക് അയച്ചു തരാറുണ്ട് പ്ലാന്റ് വലുതാവുന്നില്ല, കോഡക്സ് വലുതാവുന്നില്ല എന്നാണ്. അപ്പോൾ അവർ നോക്കുവാണെങ്കിൽ ഒരു ചെറിയ പ്ലാന്റിനെ കൊണ്ടുവന്ന് വച്ചിരിക്കുന്ന വലിയ പോട്ടിലേക്ക്, കാരണം പിന്നീട് മാറ്റണ്ടല്ലോ എന്നുള്ള ഒരു ചിന്തയിലാണ്. പിന്നീട് ബുദ്ധിമുട്ടുള്ള ടൈമൊന്നും ഇല്ലാത്തവരാണ് അങ്ങനെ ചെയ്യുക കൂടുതൽ. അപ്പോൾ പക്ഷേ നമുക്ക് എന്താ പറ്റുക എന്ന് പറഞ്ഞാൽ ഈ പ്ലാന്റിനെ കൊണ്ടുവന്ന് വലിയ പോട്ടിൽ വയ്ക്കുമ്പോൾ ഇതിൻ്റെ ഗ്രോത്ത് അധികം ശരിയായിട്ട് കിട്ടില്ല. അപ്പോൾ നന്നായിട്ട് വളർന്നു വരില്ല, അത് അവിടെ മുരടിച്ച പോലെ നിന്ന് പോകും. പക്ഷെ അതിനെ ആ ചെറിയ പ്ലാന്റിനെ ചെറിയ പോട്ടിൽ തന്നെ വളർത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോഡക്സും എന്താ പറയുക പെട്ടെന്ന് ലീഫ് വരുന്നു, പെട്ടെന്ന് നമ്മൾ അതിൻ്റെ ടോപ്പ് ഒന്ന് കട്ട് ചെയ്തോളൂ, പെട്ടെന്ന് ശാഖയും കാര്യങ്ങളും ഒക്കെ വരുന്നതായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് അതിൻ്റെ ഗ്രോത്ത് നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക, ചെറിയ പ്ലാന്റിനെ ഒരു കാരണവശാലും വലിയ പോട്ടിൽ നിങ്ങൾ സെറ്റ് ചെയ്യരുത്.
അതേപോലെ തന്നെയാണ് ഓർക്കിഡും. നിങ്ങൾ പലരും ഓർക്കിഡ് മേടിക്കുന്നവരാണല്ലോ. അപ്പോൾ ഈ ഓർക്കിഡ് ആണെങ്കിൽ തന്നെയും ഈ പ്ലാന്റ്സ് ഒക്കെ കണ്ടോ, ഇതൊക്കെ 4-5 പോട്ടിൽ ഇരിക്കുന്ന പ്ലാന്റ്സ് ആണ്. അപ്പോൾ അതിനെ ഒരിക്കലും കൊണ്ടുവന്ന് വലിയ ചട്ടിയിൽ അങ്ങോട്ട് വയ്ക്കാൻ നോക്കരുത്. ക്ലേ പോട്ടാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, തണുപ്പൊക്കെ അടിച്ച് കുഴപ്പമില്ല. പക്ഷെ ഈ പ്ലാന്റ്സ് ഒക്കെ ഒരുവിധം ആയി, ഇപ്പം അടുത്ത സ്റ്റെപ്പിലോട്ടായി. പക്ഷെ നമ്മൾ കൊടുക്കുന്ന ആ 120 ഒക്കെ പ്ലാന്റ്സിനെ കൊണ്ടുവന്ന് ഒരു കാരണവശാലും നിങ്ങൾ വലിയ പോട്ടിൽ കൊണ്ടുവന്ന് വയ്ക്കാൻ നോക്കരുത് കേട്ടോ. ചെറിയ പ്ലാന്റിനെ ചെറിയ പോട്ടിൽ വളർത്തിയെടുക്കുക, എന്നിട്ട് അതിനെ അടുത്ത സൈസ് പോട്ടിലേക്ക് മാറ്റുക. അതായിരിക്കും നല്ലത്. അടുത്തത് നമ്മുടെ പ്ലാന്റ് സൈസ് കാണിച്ചു തരാം. പ്ലാന്റ് സൈസ് പലതും പല സൈസാണ്, പല പ്ലാന്റും. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ വെച്ച് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, കോഡക്സിൻ്റെ വണ്ണവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ഇങ്ങനത്തെ പ്ലാന്റ്സ് ആണ്. ഇത് ഒരു വെറൈറ്റി ഏതാണ്ട് 237 എന്നുള്ള വെറൈറ്റിയുടെ പ്ലാന്റ്സ് ആണ്. പക്ഷേ ഇത് നമ്മൾ പോട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇതിൻ്റെ നല്ല കോഡക്സും കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഈ ചെറിയ കുഞ്ഞു പ്ലാന്റ് അല്ലേ, അപ്പോൾ അതിൻ്റെ സൈസാണ് ഇത്. നിങ്ങൾക്ക് പ്ലാന്റ് സൈസ് കറക്റ്റായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു സ്കെയില് വെച്ചിട്ട് ഈ പ്ലാന്റ് സൈസ് കാണിക്കുന്നത്. ഇത് 30 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു സ്കെയിലാണ്. അപ്പോൾ ആ പ്ലാന്റിൻ്റെ സൈസ് ഇത് വെച്ച് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. കാരണം ഇതിനകത്ത് ഏറ്റവും ചെറിയ പ്ലാന്റ് ഞാൻ വെച്ചേക്കുന്നത് ഈ ഒരു സൈസാണ്. കണ്ടോ, ഈ ഒരു സൈസ് ഇതിന് ഗ്രാഫ്റ്റ് പോർഷൻ കഴിഞ്ഞ് ഈ സൈസാണ് വരിക. അപ്പോൾ ഓരോ പ്ലാന്റ് ഇതിൻ്റെ നിങ്ങൾക്ക് നമ്പർ നോക്കുവാണെങ്കിൽ മനസ്സിലാവും. 394, 369, 237, 437, 460, 434, S125 ഇതൊക്കെയാണ് ഇപ്പോൾ വച്ചേക്കുന്ന പ്ലാന്റിൻ്റെ സൈസുകൾ കേട്ടോ. അപ്പോൾ ഇതായിരിക്കും ഒരു ആവറേജ് സൈസ്, നമ്മുടെ പ്ലാന്റ്സിൻ്റെ ആവറേജ് സൈസ് ഇതായിരിക്കും. ഞാനിത് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ കാരണം ഈ പ്ലാന്റ്സിൻ്റെ സൈസ് നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് കൈ കിട്ടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വിഷമം വരും. ഈ സൈസേ ഉള്ളൂ എന്ന് വിചാരിക്കും. നിങ്ങൾക്ക് വെറൈറ്റീസ് ആണ് ആഗ്രഹിക്കുന്നത്, അടിപൊളി വെറൈറ്റീസ് ആണ് ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ പ്ലാന്റ്സ് നിങ്ങൾക്ക് സുഖമായിട്ട് വളർത്തി അടിപൊളി ഒരു കളക്ഷൻ നിങ്ങൾക്ക് അഡീനിയത്തിൻ്റെ ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. കാരണം ഞാൻ വളർത്തി എടുത്തിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇതൊക്കെ, നന്നായിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഇത്ര ഉറപ്പായിട്ട് പറയുന്നത്. പിന്നെ ആദ്യമായിട്ട് വളർത്തുന്നവർക്ക് ഒരു സങ്കടം വരുമല്ലോ പ്ലാന്റ്സ് കാണുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ ഓർക്കിഡ് വാങ്ങിക്കുവാണെങ്കിലും ഓർക്കിഡ്സിൻ്റെ ഫെലനോപ്സിസ്, ഡെൻഡ്രോബിയം ഒക്കെ ഈ സൈസ് കാണിച്ചു തരുന്നത് അതുകൊണ്ടാണ്. നമ്മുടെ റേറ്റിനനുസരിച്ചുള്ള പ്ലാന്റ് അല്ലേ നമുക്ക് തരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ കയ്യിൽ കിട്ടുമ്പോഴത്തേക്കും ഞാൻ ഇതിൽ കൂടുതൽ പ്രതീക്ഷിച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പിന്നെ എനിക്കത് കേൾക്കുമ്പോൾ വിഷമമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതൊക്കെ കാണിക്കുന്നത്. പ്ലാന്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 ദിവസം മിനിമം നമ്മൾ കഴിഞ്ഞിട്ടേ അയക്കത്തുള്ളൂ. കാരണം ഈ പ്ലാന്റ് പിന്നീട് നമ്മൾ 2 ദിവസം പിന്നെ നനച്ചു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ കുറച്ചിലൊരു നനവ് വന്നിട്ട് കുഴപ്പമില്ല എന്ന് തോന്നിക്കഴിഞ്ഞ ശേഷം മാത്രമേ നമ്മൾ അയക്കത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ടൈം എടുക്കും കേട്ടോ. അയക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ഓർഡർ ചെയ്യുവാണെങ്കിൽ 2ാമത്തെ ദിവസം വല്ലതായിരിക്കും അയക്കുക. കാരണം നമ്മൾ പാക്കിങ് കഴിഞ്ഞ ശേഷം ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ചിലപ്പം ഈ പ്ലാന്റ്സ് നനയ്ക്കുക. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് ഉടനെ എടുത്ത് പാക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ വെള്ളം ചെടികൾക്ക് കൊടുക്കുകയും വേണമല്ലോ. അപ്പോൾ അതിനൊരു ടൈം എടുക്കുന്നതാണ്. പിന്നെ കൊറിയർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ട് ഒരു അൺബോക്സിങ് വീഡിയോ എടുത്ത് വയ്ക്കേണ്ടതാണ്. കാരണം ഇപ്പോൾ പ്ലാന്റിന് എന്തെങ്കിലും കൊറിയർ ഡാമേജോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്ലാന്റിന് എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പം പറയാൻ പറ്റത്തില്ല. ഞാൻ അയക്കുന്ന സമയത്ത് പ്ലാന്റ് ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്നത്. അതിലെന്തെങ്കിലും ചീച്ചിലോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് വെറുതെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല, എനിക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ പാക്ക് കയ്യിൽ കിട്ടുമ്പോൾ തന്നെ ഒരു അൺബോക്സിങ് വീഡിയോ എടുത്ത് വയ്ക്കുക. അൺബോക്സിങ് വീഡിയോ എടുത്ത് വെച്ചാൽ അതൊരു പ്രൂഫാണ് അല്ലേ. നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോഴത്തേക്കും എൻ്റെ പ്ലാന്റ് ഇങ്ങനെയായിരുന്നു, അതിന് നിങ്ങളല്ല റെസ്പോൺസിബിലിറ്റി, ഞാനാണ് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക. അപ്പോൾ അതിനനുസരിച്ചുള്ള ഇത് എനിക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ആ പ്ലാനിന് കുഴപ്പമൊന്നുമില്ല എനിക്ക് മനസ്സിലാവുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു ടൈം പറയും, നിങ്ങൾക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്നെ അറിയിക്കണം എന്ന് പറയും. അതിനനുസരിച്ച് അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ പ്ലാന്റ് മോശമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് അൺബോക്സിങ് വീഡിയോ ഉറപ്പായിട്ട് എടുക്കണം എന്ന് പറയുന്ന. അതാണ് എനിക്ക് എല്ലാവരും അയച്ചു തരാറുണ്ട് കേട്ടോ. അതൊരു നല്ല ഇതാണ്. അപ്പം എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അവരെനിക്ക് പ്രൂഫ് അയച്ചു തരാറുണ്ട്. ഞാൻ അതിൻ്റെതായ കാര്യങ്ങൾ നോക്കാറുണ്ട്. നമ്മുടെ ചൂട് സമയം എന്ന് പറഞ്ഞാൽ അഡീനിയം പ്ലാന്റ്സ് നന്നായിട്ട് പൂവിടുന്ന സമയമാണ്. അടിപൊളിയായിട്ട് നമുക്ക് വെറൈറ്റി ആയിട്ട് എന്താ പറയുക, നല്ല രസമായിട്ട് പൂക്കൾ കിട്ടുന്ന സമയമാണ് ഇനി വരുന്നത്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ഇപ്പോഴേ പോട്ട് ചെയ്തൊക്കെ വച്ച് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഒരു കാര്യം ചെയ്യണം. നിങ്ങൾ ഈ പ്ലാന്റ് ഒന്ന് നട്ട് വെച്ച് ഓക്കെ ആയി, 1 മാസം ഒക്കെ കഴിയുമ്പോൾ ഓക്കെ ആയി തോന്നുവാണെങ്കിൽ ഇതിൻ്റെ ടോപ്പ് ഭാഗം ഇതിപ്പോൾ കിളുന്ത
ചെറുതായതുകൊണ്ടാണ് ഗ്രാഫ്റ്റ് ഭാഗത്തുനിന്ന് പുതിയ ലീഫ് വന്ന് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ ഈ തണ്ട് കണ്ടോ ഒരു ലൈറ്റ് മഞ്ഞ കലർന്ന പച്ച കളറാണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഈ ലീഫൊക്കെ പോയി കഴിയുമ്പോൾ ഒരു ലൈറ്റ് മഞ്ഞയായിരിക്കും ഉള്ളത്. പിന്നെ അത് മാത്രമല്ല വെള്ളം കുറയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇത് ഭാഗത്ത് മഞ്ഞ വരും. അത് ഓക്കെ ആയി വരും കേട്ടോ. അപ്പോൾ കുറച്ച് ഇത് മൂത്ത് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ടോപ്പ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയുമ്പോഴത്തേക്കും ഇതിനകത്ത് നിന്ന് വീണ്ടും ഒരു 3-4 ബ്രാഞ്ചായിട്ട് വന്നിട്ടാണ് നമ്മുടെ ഈ പ്ലാന്റ് ബുഷിയായിട്ട് വരിക. അപ്പം നല്ല ബുഷിയായിട്ട് നിർത്തിയാൽ മാത്രമേ അത്രയ്ക്കും പൂക്കളും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഭംഗിയായിട്ട് ഇരിക്കത്തുള്ളൂ. അല്ലാതെ ഇതിനകത്ത് ഒരു പൂ മാത്രം വന്ന ഭംഗിയില്ലല്ലോ. അപ്പോൾ കുറച്ച് പ്ലാന്റ് ഇത്രയും ഞാൻ വളർത്തിയെടുത്തതല്ലേ ഇനി എനിക്ക് കട്ട് ചെയ്യാൻ വിഷമമാവുന്നു അങ്ങനെയൊന്നും വിചാരിക്കരുത്. ഈ പ്ലാന്റ് കുറച്ചൊന്നായി കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് പ്ലാന്റിൽ ബ്രാഞ്ചസ് വന്ന് അതിനകത്തൊക്കെ പൂ വന്ന് നിന്നാൽ മാത്രമേ ഈ പ്ലാന്റ് കാണാനൊരു ഭംഗി വരത്തുള്ളൂ. അപ്പോൾ ഈ ഒറ്റ കൊമ്പായിട്ട് ഇങ്ങനെ വളർന്നു പോകാൻ നിങ്ങൾ സമ്മതിക്കരുത് കേട്ടോ. ഇതിന് കട്ട് ചെയ്ത് കൊടുക്കാൻ നിങ്ങൾ എന്തായാലും ശ്രമിക്കണം. എന്നാലേ പ്ലാന്റ് നല്ല സുന്ദരിയായിട്ട് പൂവും ചെടി നിൽക്കുന്ന കാണാൻ തന്നെ ഒരു ഭംഗി വരത്തുള്ളൂ. നിങ്ങൾക്ക് പ്ലാന്റ് നമ്മൾ നഴ്സറി വന്നും എടുക്കാം. പക്ഷേ അത് എനിക്ക് വാട്സാപ്പ് ചെയ്ത് ലൊക്കേഷൻ മനസ്സിലാക്കുക ആദ്യം. അത് കഴിഞ്ഞ ശേഷം ഞങ്ങളിവിടെ അവൈലബിൾ ആണോ എന്നുള്ള ഡേറ്റ് ഉറപ്പിച്ച് കഴിഞ്ഞ ശേഷം മാത്രമേ നിങ്ങൾ വരാവൂ കേട്ടോ. കാരണം 1-2 പേർക്ക് പെട്ടെന്ന് വരുമ്പോഴത്തേക്കും ഞങ്ങളിവിടെ ചിലപ്പോൾ കാണില്ല. ചിലപ്പം ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി കോൾസ് വരുന്നതുകൊണ്ട് നമുക്ക് ഫോൺ എടുക്കാനും പറ്റത്തില്ല. അപ്പോൾ എന്താ പറ്റുമെന്ന് പറഞ്ഞാൽ അവർ ഇവിടെ അടുത്തെത്തുമ്പോഴായിരിക്കും നമ്മൾ വിളിക്കുന്നത്, റൂട്ട് അറിയാൻ വേണ്ടിയിട്ട് വിളിക്കുന്നത്. ചിലപ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻ. അപ്പം നമുക്ക് ഫോൺ എടുക്കാനും പറ്റില്ല, അവർക്ക് റൂട്ട് അറിയാൻ പറ്റില്ല. അവർ കിടന്ന് ചുറ്റിയിട്ടുണ്ട്. 1-2 പേർക്ക് അങ്ങനെ വളരെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. എനിക്കതിൽ ഭയങ്കര വിഷമം തോന്നി. കാരണം നമ്മളൊക്കെ അന്വേഷിച്ച് വരുന്നത് വന്നിട്ട് എന്താ പറയുക ദൂരേന്നൊക്കെ ഓരോ അമ്മമാർ വരാറുണ്ട് ചെടി വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ വരുമ്പോഴത്തേക്കും അവർ കുറേ ബുദ്ധിമുട്ടിയെന്ന് കേൾക്കുമ്പോഴത്തേക്കും നമുക്കും അതൊരു വിഷമമാണ്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞങ്ങളിവിടെ ഉണ്ടോ, ഏത് സമയത്താണ് വരിക എന്ന് അറിയിച്ചിട്ട് മാത്രമേ വരാവൂ. കാരണം ഞങ്ങളിതൊരു ഭയങ്കര വലിയ നഴ്സറിയായിട്ട് നടത്തുന്നതാണ്. ഞങ്ങൾക്ക് ഓൺലൈൻ സെയിലാണ് കൂടുതൽ. അപ്പോൾ ഇവിടെ നമുക്ക് എപ്പോഴും ആൾ കാണുന്നില്ല. ഒരു സ്റ്റാഫുണ്ട്, പക്ഷെ എന്നാലും പാക്കിങ്ങും കാര്യങ്ങളും ആയിട്ടൊക്കെ തിരക്കായിരിക്കും. അപ്പോൾ പെട്ടെന്ന് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതും ഒരു എന്താ പറയുക ഒരു ബുദ്ധിമുട്ടാവും. അപ്പോൾ നിങ്ങൾ എന്തായാലും അത് പറഞ്ഞിട്ട് നേരത്തെ അറിയിച്ചതിന് ശേഷം മാത്രമേ വരാവൂ കേട്ടോ. ഉറപ്പായിട്ട് ഞങ്ങളിവിടെ ഉണ്ടെന്ന് കൺഫേം ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ. ഞാൻ നമ്മുടെ പ്ലാന്റ്സിൻ്റെ റേറ്റ് പറയാം. 1 മുതൽ 4 പ്ലാന്റ് വരെയാണ് എടുക്കുന്നതെങ്കിൽ, ഒരു പ്ലാന്റോ 4 പ്ലാന്റ് വരെയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് 120 രൂപയായിരിക്കും നിങ്ങൾക്ക് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. 1 മുതൽ 4 പ്ലാന്റ് വരെ എടുക്കുന്ന ഒരു പ്ലാന്റിന് 120 രൂപ. അതേസമയം നിങ്ങൾ 5 പ്ലാന്റായിട്ടാണ് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 115 രൂപ വെച്ചായിരിക്കും ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത്. അപ്പോൾ 5 പ്ലാന്റിന് കോംബോ ആയിട്ടാണ് എന്ന് പറയുന്നത് 115 രൂപ വെച്ചാണ് റേറ്റ് വരിക. അതേസമയം നിങ്ങൾ 10 പ്ലാന്റാണ് ഒന്നിച്ച് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ 10 പ്ലാന്റ് നിങ്ങൾ സെലക്ട് ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്ലാന്റിന് റേറ്റ് വരിക വെറും 100 രൂപ മാത്രമേ വരത്തുള്ളൂ. അപ്പം 100 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ പ്ലാന്റ് കളക്ട് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഒരു ക്രിസ്മസ് ഓഫറായിട്ടാണ് ഇട്ടേക്കുന്നത്. ഇപ്പോൾ റേറ്റ് ഓപ്പൺ ആയിട്ട് പറയുന്നത് പ്രകാരം നമുക്ക് എപ്പോൾ വേണമെങ്കിലും റേറ്റ് മാറ്റം വരാം. കാരണം നമുക്ക് തരുന്ന സെല്ലേഴ്സിൻ്റെ റേറ്റ്, കൊറിയർ ചാർജ് എല്ലാം വ്യത്യാസം അനുസരിച്ച് വരുമ്പോഴത്തേക്കാണ് നമ്മൾക്ക് അതനുസരിച്ചാണ് നമ്മൾ റേറ്റ് ഇടാം. അതുകൊണ്ട് ഇത് എപ്പോഴും ഒരു ഫിക്സഡ് റേറ്റ് അല്ല. പ്ലാന്റിൻ്റെ സൈസ് അനുസരിച്ച് റേറ്റ് മാറാം. പ്ലാന്റ് ഓരോ സാഹചര്യങ്ങളും നമുക്ക് കിട്ടുമ്പോൾ റേറ്റ് മാറുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റേറ്റ് മാറും. ഇപ്പോഴത്തെ ക്രിസ്മസ് ഓഫറാണ് ഇത്. നമ്മുടെ ക്രിസ്മസ് ഓഫറിലെ ആദ്യത്തെ ഓഫറാണ്, അഡീനിയത്തിൻ്റെ ഓഫറാണ് ഇത്. അപ്പോൾ അതിനകത്ത് 10 പ്ലാന്റ് ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 100 രൂപ വെച്ച് 1000 രൂപ പ്ലസ് CC ആയിരിക്കും വരിക. 5 പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ 115 രൂപ വെച്ചായിരിക്കും വരുന്നത്. 5-ൽ താഴെ പ്ലാന്റ്സ് ആണെങ്കിൽ 120 രൂപ വെച്ച് റേറ്റ് വരും. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ക്രിസ്മസ് ഓഫർ. ഓക്കെ, നമ്മൾ ഓൾ ഇന്ത്യ കൊറിയർ അയക്കുന്നുണ്ട്. അപ്പോൾ ഏത് കൊറിയറാണോ ആവശ്യം അത് നിങ്ങൾ പറയുക. DTDC ആണോ ആവശ്യം, സ്പീഡ് പോസ്റ്റ് ആണോ ആവശ്യം, നിങ്ങൾ പ്രത്യേകം എടുത്ത് പറയണം കേട്ടോ. കാരണം ചിലയിടങ്ങളിൽ DTDC ഹോം ഡെലിവറി ഉണ്ടാവും, ചിലയിടങ്ങളിൽ ഉണ്ടാവില്ല. സ്പീഡ് പോസ്റ്റ് ആണെങ്കിൽ എല്ലാവരുടെയും വീട്ടിൽ കൊണ്ടുവരും. പക്ഷെ അതൊരു ടൈം കൂടുതലെടുക്കും. എന്ന് വെച്ചാൽ DTDC നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേ തന്നെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സ്പീഡ് പോസ്റ്റ് നെക്സ്റ്റ് ഡേ കിട്ടില്ല. ചിലപ്പോൾ 2ാമത്തെ ദിവസമോ 3ാമത്തെ ദിവസമായിരിക്കും കിട്ടുക.
അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കൊറിയർ സർവീസ് വേണ്ടത് അത് കറക്റ്റായിട്ട് അഡ്രസ്സ് അയക്കുമ്പോഴേക്ക് കൂടെ അത് മെൻഷൻ ചെയ്യണം കേട്ടോ. DTDC ആണോ സ്പീഡ് പോസ്റ്റ് ആണോ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യാം. നമ്മൾ ഓൾ ഇന്ത്യ കൊറിയർ അയക്കുന്നുണ്ട്. അപ്പോൾ ഏത് കൊറിയറാണോ ആവശ്യം അത് നിങ്ങൾ പറയുക. DTDC ആണോ ആവശ്യം, സ്പീഡ് പോസ്റ്റ് ആണോ ആവശ്യം നിങ്ങൾ പ്രത്യേകം എടുത്ത് പറയണം കേട്ടോ. കാരണം ചിലയിടങ്ങളിൽ DTDC ഹോം ഡെലിവറി ഉണ്ടാവും, ചിലയിടങ്ങളിൽ ഉണ്ടാവില്ല. സ്പീഡ് പോസ്റ്റ് ആണെങ്കിൽ എല്ലാവരുടെയും വീട്ടിൽ കൊണ്ടുവരും. പക്ഷെ അതൊരു ടൈം കൂടുതലെടുക്കും. എന്ന് വെച്ചാൽ DTDC നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേ തന്നെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ സ്പീഡ് പോസ്റ്റ് നെക്സ്റ്റ് ഡേ കിട്ടില്ല, ചിലപ്പോൾ രണ്ടാമത്തെ ദിവസമോ മൂന്നാമത്തെ ദിവസമായിരിക്കും കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കൊറിയർ സർവീസ് വേണ്ടത് അത് കറക്റ്റായിട്ട് അഡ്രസ്സ് അയക്കുമ്പോഴേക്ക് കൂടെ അത് മെൻഷൻ ചെയ്യണം കേട്ടോ. DTDC ആണോ സ്പീഡ് പോസ്റ്റ് ആണോ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ അടിയനത്തിൻ്റെ ഓഫർ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ എന്നെ വാട്സാപ്പ് വഴിയോ അല്ലെങ്കിൽ യൂട്യൂബിലോ ഒക്കെ കമൻറ്റ് സെക്ഷൻ വഴി എന്നെ അറിയിക്കാൻ മാക്സിമം ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് ചെടിയൊക്കെ മേടിച്ചിട്ടുള്ളവരാണെങ്കിലും എല്ലാം എനിക്ക് അപ്ഡേറ്റ് എന്ന് അറിയിക്കാൻ നോക്കുക. ഓരോ ചെടികളുടെ അപ്ഡേറ്റ് എന്നെ അറിയിക്കാൻ നോക്കുക. എനിക്കത് വളരെ സന്തോഷം തരുന്ന ഒരു സംഭവമാണ്. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട്, പ്ലാന്റ്സിനെ വളർത്തുന്നതിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ. നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാവുന്നതാണ്. എല്ലാവർക്കും നന്ദി. താങ്ക് യു. ബൈ.